നല്ലൊരു ഒഴിവ് ദിവസവുമായിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ മാറ്റിനിക്കോ ഒക്കെ പോകാമെന്ന് വെച്ചതായിരുന്നു. ഒന്നുമില്ലേ വല്ല പെമ്പിള്ളേരുടെ വായിലെങ്കിലും നോക്കി നിൽക്കാമായിരുന്നു. എവിടെ ആ ദിവസം നോക്കിയല്ലേ കൊച്ചപ്പന്റെ മകന്റെ എഴുന്നള്ളത്ത്. അവന്റെ ഒരു ടെസ്റ്റും കുന്തവും. ചെറുക്കൻ ആദ്യമായിട്ട് വരിക. എടാ വിനയ, നീ കൂടെ വാടാ. എടാ എടാ വിനയ, എന്റെ കൂടെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ വരാമോന്ന്? ഇല്ല ജോസേ, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഓ, അവന്റെ ഒരു മുടിഞ്ഞ എഴുത്ത്. എഴുതിക്കോ എഴുതിക്കോ, ഒടുവിൽ ഞാൻ വീട്ടം വാങ്ങാനുള്ളതല്ലേ. വെളുക്കുവോളം കുത്തിയിരുന്ന് എഴുതിയിട്ട് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു അക്ഷരം അച്ചടിച്ചു വന്നോ? ഇല്ലല്ലോ. പത്രമാഫീസിലേക്ക് ചെല്ലുന്ന അതേ വേഗതയിൽ ഷറോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചും വരും. ഈ ഇനത്തിൽ മാസത്തിൽ നിനക്ക് നല്ലൊരു സംഖ്യ ചെലവ് കാണുമല്ലോടാ. പോടാ അവിടുന്ന് വാളിപ്പടിക്കാതെ. ചളപിളാന്ന് വാചകം അടിക്കാനും പെമ്പിള്ളയുടെ പിറകെ വെള്ളം ഇറക്കി നടക്കാനും അല്ലാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നെ കൊള്ളുവാടാ. ഇല്ലായേ, പക്ഷെ അതിനെങ്കിലും കൊള്ളുവേ. നിന്നെ കൊണ്ട് അതിനും കൊള്ളത്തില്ലോ. നീ പോടാ.